ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഇവിടെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോയിങ് ഒന്നും അല്ല കേട്ടോ, എൻ്റെ ചേച്ചിയുടെ ബർത്ത്ഡേക്ക് ഞാൻ കൊടുത്തൊരു ഗിഫ്റ്റാണ്. അപ്പോൾ എന്താണെന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കണ്ടിട്ട് വന്നാലോ? ഓക്കെ. അപ്പോൾ ഇതാട്ടോ ഞാൻ മേടിച്ച ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ച ഡ്രസ്സ്. ഇതൊരു ടോപ്പാട്ടോ, ടോപ്പ് മാത്രമേ മേടിച്ചിട്ടുണ്ടായുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാനൊന്ന് ജസ്റ്റ് പാക്കൊക്കെ ചെയ്ത് ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ട് നല്ല ഭംഗിയായിട്ടൊക്കെ കൊടുക്കാമെന്നൊക്കെ ഓർത്തു. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ബോക്സൊന്നും കാണാനില്ല. ഞാൻ തലേ ദിവസം രാത്രി ആട്ടോ അതൊക്കെ വാങ്ങുന്നത്. ഞാനങ്ങനെ വാങ്ങാൻ കൊടുക്കാനൊന്നും ഒട്ടും ഓർത്തില്ല കേട്ടോ. പെട്ടെന്ന് എടുത്ത തീരുമാനമായിപ്പോയി. അത് കാരണം ഒന്നും ചെയ്യാനോ ഗിഫ്റ്റ് ബോക്സ് വാങ്ങാനോ അത് പൊതിയുന്ന പേപ്പർ വാങ്ങാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ എല്ലാം ആ ഒരു സമയത്ത് ചെയ്തെടുത്താട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി അതിൻ്റെ കൂട്ടത്തിൽ വെച്ച് കൊടുക്കാമെന്ന് കരുതി. പിന്നെ ഒരു കാർഡും കൂടി ചേർക്കണമെന്നുണ്ടായിരുന്നു, ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ട്. അപ്പോൾ ആ കാർഡും കൂടി എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതുന്നതിൻ്റെ താഴത്തിൻ്റെ പടം വരച്ചു കൊടുത്തിട്ടുണ്ട്. ആ ചേച്ചിക്ക് കാണുമ്പോൾ ഹാപ്പി ആവട്ടെ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് കളർ പെയിൻ എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയതാട്ടോ. ഞാൻ പേന കൊണ്ട് അങ്ങനെ വരക്കാറില്ല, അതിൻ്റേതായ ചെറിയ കുറവൊക്കെ ഉണ്ടാവും. പക്ഷേ എനിക്ക് വരച്ച് വന്നപ്പോൾ എനിക്കിഷ്ടമായി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എന്താ, ചേച്ചി എൻ്റെ കുഞ്ഞിലത്തെ ബെസ്റ്റ് ഫ്രണ്ടാട്ടോ. കുഞ്ഞിലത്തല്ല, ഇപ്പോഴും എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്, എൻ്റെ നല്ല ചേച്ചിയാണ്. എൻ്റെ കുഞ്ഞിലോട്ട് എല്ലാ കാര്യങ്ങളും എൻ്റെ നോക്കുന്ന അവളായിരുന്നു. പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്ന അവളോടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ചേച്ചീൻ്റെ ഏറ്റവും വലിയ ഗോഡ് ഗിഫ്റ്റാണ്, എൻ്റെ അപ്പേനെയും അമ്മേനെയും പോലെ തന്നെ. അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെ ആട്ടോ. പിന്നെ ചെറുതായിട്ടൊക്കെ മിസ് ചെയ്യുന്നുണ്ട്, അവളിപ്പോൾ കല്യാണം കഴിഞ്ഞൊക്കെ പോയത് കൊണ്ട്. പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ അത് ഡ്രോയിങ്ങൊക്കെ ചെയ്ത് എഴുതിയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ അത് ആ പെട്ടിക്കകത്ത് കയറുന്നുണ്ടായില്ല, കുറച്ച് വലുതായിരുന്നു. പിന്നെ ഞാൻ അത് കട്ടൊക്കെ ചെയ്ത് ലവ് ചിഹ്നത്തിൻ്റെ ഷേപ്പിലൊക്കെ ആക്കി കുറച്ചും കൂടി ഭംഗിയാക്കി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എങ്ങനെയുണ്ട്, കൊള്ളാവോ? അപ്പോൾ ഇത് ഞാൻ ആ പെട്ടിക്കകത്ത് വെച്ച് നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ഈ പെട്ടിയുടെ രൂപവും ഭാവവും ഒക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പേപ്പർ എടുത്തിട്ട് അതൊന്ന് പൊതിഞ്ഞൊക്കെ എടുത്തു. എന്നിട്ട് പിന്നെ കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പെയിൻ്റൊക്കെ എടുത്തിട്ട് അതിൻ്റെ മുകളിൻ്റെ കലാകരിവ് പുറത്തെടുക്കാമെന്നൊക്കെ കരുതി. അപ്പോൾ പെട്ടെന്നെടുത്ത തീരുമാനമായതുകൊണ്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ചും കൂടി നന്നാക്കി എടുത്തു എന്നാണ് എൻ്റെ പ്രതീക്ഷ.
അങ്ങനെ അതെല്ലാം ചെയ്ത് രാത്രി കേട്ടോ, കുറേ രാത്രിയായപ്പോഴാണ് ഞാൻ കിടന്നത്. അപ്പോൾ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ഇപ്പോൾ ബർത്ത്ഡേയുടെ അന്നാട്ടോ ഞാൻ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ച് അവിടെ നിന്നൊരു കവറിൽ ലുലുവിൻ്റെ കവറിലൊക്കെ ആക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അതിനെ കവറിലൊക്കെ ആക്കിയിട്ട് രാവിലെ ഇപ്പോൾ ഇത് കൊടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. പിന്നെ ഇവിടെ മഴയൊക്കെ പെയ്ത് ഫുള്ള് റോഡൊക്കെ വെള്ളമൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. ഇവിടെ കൂടി ചാടിക്കിടന്ന് വേണം ഞാൻ പോകാനായിട്ട്. നല്ല വെള്ളമുണ്ട്, റോഡിൻ്റെയൊക്കെ അവസ്ഥ ഇതാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസൊന്നും ഇടുന്നില്ല, കാരണം ഫോണൊക്കെ എടുക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാം ആയാലും യൂട്യൂബ് ആയാലും എന്തെടുത്താലും ഇപ്പോൾ ഒത്തിരി സന്തോഷിക്കാൻ പറ്റിയ ന്യൂസുകളല്ലല്ലോ പുറത്ത് വരുന്നത്. അപ്പോൾ അത് കാരണം എനിക്ക് വീഡിയോ ചെയ്യാനോ എടുക്കാനോ ഒന്നും ഒരു സന്തോഷമോ ഒരു മൂടൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഇത് ഞാൻ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കുറേ നേരം എടുത്തിട്ടാട്ടോ ഈ വീഡിയോ തന്നെ ഇടുന്നത്. അപ്പോൾ അങ്ങനെ ബസ്സിൽ കയറി, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ നമ്മൾ പെയിൻ്റൊക്കെ അടിച്ചതാണല്ലോ പോത്തിനകത്ത്. അപ്പോൾ നെഞ്ചൊക്കെ ഒന്ന് വെയിലെടുത്ത്, കാരണം പെയിൻ്റൊക്കെ അടിച്ചിട്ട് മഴയൊക്കെ പെയ്ത് വെള്ളം വീണപ്പോൾ ഏകദേശമൊക്കെ കുളമായിട്ടുണ്ട്. എങ്ങനെയും കുഴപ്പമില്ല, നമ്മുടെ ചേച്ചിയല്ലേ. അങ്ങനെ ചേച്ചിയുടെ വീട്ടിലെത്തി അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ ചെന്നപ്പോൾ തന്നെ. അപ്പോൾ അവൾക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സന്തോഷമായി. അപ്പോൾ അവൾ സന്തോഷം കണ്ടപ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് സന്തോഷമായി. പിന്നെ എന്താ എൻ്റെ കലാകഴിവൊക്കെ കണ്ടിട്ട് അവൾ ആദ്യം ഒന്ന് പകച്ചുപോയി. അപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. ഞാൻ എൻ്റെ കൈ കൊണ്ട് വരച്ച് കൊടുക്കുമ്പോൾ അത് കുറച്ചും കൂടി ഹാപ്പി ആക്കുമല്ലോ എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ എൻ്റെ വോയിസൊക്കെ ഇടാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് ഞാൻ എഡിറ്റ് ചെയ്ത് വോയിസൊക്കെ ഇട്ടു കേട്ടോ. പക്ഷേ എനിക്ക് കോപ്പി റൈറ്റിങ് കിട്ടി, കാരണം അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാവണം തോന്നുന്നു കോപ്പി റൈറ്റിങ് കിട്ടി. പിന്നെ ഞാൻ അത് ഓർത്ത് അത് വെക്കണ്ടെന്ന് വെച്ച് ഡിലീറ്റ് ആക്കിയിട്ട് പിന്നെ ഞാൻ രണ്ടാമത് എഡിറ്റ് ചെയ്താൽ കേട്ടോ. പക്ഷേ എനിക്ക് ചേച്ചി അത് വർത്തമാനം പറഞ്ഞ് കേൾപ്പിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ചിരിപ്പോയി, അപ്പുറത്തെ ചേട്ടൻ ചതിച്ചു. പിന്നെ ഞാൻ ചെയ്ത കാർഡ് ചേച്ചി കണ്ടു കേട്ടോ. ചേച്ചിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞ്. എനിക്കത് ഇഷ്ടമായി, ഞാൻ എഴുതിയെന്ന് വരച്ചതൊക്കെ ഇഷ്ടമായി എന്ന് പറഞ്ഞത്. എന്നെക്കാളും കൂടുതൽ എനിക്കൊന്ന് ചേച്ചിയാണ് കാർഡൊക്കെ ചെയ്യുന്നത്. എന്നെക്കാളും കൂടുതൽ ചേച്ചിയും നല്ലപോലെയൊക്കെ ആർട്ടൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ആൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ എനിക്ക് കുറച്ചും കൂടി നല്ല ഭംഗിക്കൊക്കെ ബോക്സൊക്കെ സെറ്റാക്കി മിഠായിയൊക്കെ വെച്ച് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്നായിരുന്നു ഞാൻ ബോക്സൊക്കെ റെഡിയാക്കി ഗിഫ്റ്റ് ബോക്സാക്കി കൊടുക്കാമെന്നൊക്കെ തീരുമാനിച്ച്. ഞാൻ ഡ്രസ്സ് എടുത്ത് കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെ കൊടുക്കാമെന്ന് ഞാൻ പെട്ടെന്ന് എടുത്ത പ്ലാനിങ് ആയതുകൊണ്ട് ഒന്നും എനിക്ക് ശരിയാക്കാൻ പറ്റിയില്ല. പക്ഷേ എന്നാലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ ഞാൻ തട്ടിക്കൂട്ടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് ഡ്രസ്സ് ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. പിന്നെന്താ, ചേച്ചിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്നാട്ടോ പറയുന്നത്. അപ്പോൾ എനിക്ക് വോയിസ് ഇടാൻ പറ്റുന്നില്ല, കോപ്പറേറ്റിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതാട്ടോ. അമ്മയുടെ മിഠായി വേണമെന്ന് വെച്ചാൽ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കുഞ്ഞവ നല്ല ഉറക്കത്തിലാട്ടപ്പോൾ അവനെ ശല്യപ്പെടുത്താൻ പോയില്ല, അവൻ ഉറങ്ങട്ടെ എന്ന് ഓർത്തു. പിന്നെ ഇതിൻ്റെ ചേച്ചി ചെയ്യുന്ന കേട്ടോ റെസിൻ ആർട്ടില്ലേ അത്. അപ്പോൾ ഫോട്ടോയൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ ഫോട്ടോയൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചൊക്കെ വെക്കാം, ചീത്തയിൽ പോകത്തില്ലല്ലോ. അപ്പോൾ അവളത് ചെയ്യും. അപ്പോൾ എനിക്ക് അവളൊരെണ്ണം ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്പെല്ലിങ് വെച്ചിട്ടൊക്കെ ചെയ്യും, പിന്നെ ഫോട്ടോ വെച്ചിട്ടൊക്കെ ചെയ്യും. അപ്പോൾ ഇതാട്ടോ ചേച്ചി എനിക്ക് ചെയ്തത്. എൻ്റെ ഫോണിൻ്റെ കവറിൻ്റെ ബാക്ക് വെക്കാനാട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായാലും നമ്പർ കൊടുത്തേക്കാം, കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പുട്ട് കഴിക്കാമെന്ന് ഓർത്തു. അപ്പോൾ പൊട്ടിയായിരുന്നു കറി, പുട്ടും പൊട്ടിയായിരുന്നു. അപ്പോൾ അരിപ്പൊട്ടി ഇച്ചിരി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊട്ടും കൂടി മിക്സായി കഴിച്ചു. അപ്പോൾ അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നറിയില്ല, പക്ഷെ ഞാൻ കഴിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ചേച്ചിയുടെ വീടിൻ്റെ ഫ്രണ്ടാട്ടോ ഈ കാണുന്നത്. നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കണ്ട. അടുത്ത മഴക്ക് മുമ്പ് ഞാൻ വീട്ടിലെത്തട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ. ബൈ.